നമസ്കാരം. കെ സുധാകരനെ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റണം. കേരളത്തിലെ ഏറ്റവും വലിയ ആപത്തായിരിക്കുന്നത് അദ്ദേഹം KPCC പ്രസിഡന്റ് സ്ഥാനത്ത് തുടരുന്നു എന്നുള്ളതാണ്. ഈ രീതിയിലാണ് ചർച്ചകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട കോൺഗ്രസ്സുകാരെ, മണ്ടൻ കോൺഗ്രസ്സുകാരെ, നിങ്ങൾ എന്താണ് സുധാകരനെ കുറിച്ച് ധരിച്ചു വെച്ചിരിക്കുന്നതെന്നാണ് ആദ്യമായിട്ട് ചോദിക്കാനുള്ളത്. കാരണം അദ്ദേഹം പ്രസിഡന്റായ ഒരു സാഹചര്യം ആരും വെള്ളിത്തളികയിൽ അദ്ദേഹത്തിന് കൊണ്ടുകൊടുത്ത ഒരു സാധനമൊന്നുമല്ലത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ആ കോൺഗ്രസ്സുകാർ ആവശ്യപ്പെട്ടിട്ട് പല പ്രാവശ്യം അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനം ഉണ്ടാകും എന്ന് കേട്ടിട്ട് അത് മരവിപ്പിച്ച് വളരെയധികം ദീർഘിപ്പിച്ച് ഒക്കെ അദ്ദേഹത്തിനെ പ്രസിഡന്റ് ആക്കിയതിന് ശേഷം അദ്ദേഹം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കോൺഗ്രസിന് വേണ്ടി ചലനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു. തനിക്ക് പ്രവർത്തിക്കാൻ കഴിവുള്ള ഒരു നേതൃത്വത്തെ, തന്നോടൊപ്പം നിന്ന് പ്രവർത്തിക്കാൻ കഴിവുള്ള, തന്നോടൊപ്പം എന്ന് പറയുന്നത് തനിക്ക് വിധേയപ്പെട്ട് പ്രവർത്തിക്കാൻ എന്നുള്ള അർത്ഥത്തിലല്ല, ജനകീയ ബന്ധമുള്ള ഒരു സംഘടനാശേഷിയുള്ളവരൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ജംബോ കമ്മിറ്റികൾ ഒഴിവാക്കിയ ഒരു ഭാരവാഹികളുടെ ലിസ്റ്റ് നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം പല പ്രാവശ്യം നമ്പർ 10 ജനപത്തിലും AICC ആസ്ഥാനത്തുമൊക്കെ കയറി ഇറങ്ങി. ഒന്നും സംഭവിച്ചില്ല. ചില ആളുകളുടെ പേര് മാറ്റുന്നു, പുതിയ ആളുകൾ വരുന്നു എന്നല്ലാതെ കമ്മിറ്റികളൊക്കെ അതുപോലെ തന്നെ തുടർന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയി. പക്ഷേ അതിൻ്റെ ഒന്നും പ്രവർത്തനങ്ങളുടെ ദൂഷ്യമൊന്നും പുറത്തുള്ള ആളുകൾ അറിയാത്ത രീതിയിൽ അദ്ദേഹത്തിന് അത് കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഇനി ഇതുകൊണ്ടൊന്നും രക്ഷയില്ലാതെ തോന്നിയപ്പോഴാണ് എന്ന് തോന്നുന്നു അദ്ദേഹം കോൺഗ്രസിൻ്റെ യൂണിറ്റ് തല കമ്മിറ്റികളുമായിട്ട് മുന്നോട്ടിറങ്ങിയത്. ഒരു ബൂത്തിന് കീഴിൽ ഒരു 4 കമ്മിറ്റികൾ ആ രീതിയിൽ ഉണ്ടാക്കി. കോൺഗ്രസ് കുടുംബങ്ങൾ, കോൺഗ്രസ് ഇതര കുടുംബങ്ങൾ, കോൺഗ്രസ് അനുഭാവ കുടുംബങ്ങൾ, ഇതര രാഷ്ട്രീയ പാർട്ടികളുടെ കുടുംബങ്ങൾ എന്നൊക്കെ അതിനെ വിഭജിച്ച് അതിൽ നിന്ന് കോൺഗ്രസിലേക്ക് കൂടുതൽ വോട്ട് നേടി ഒരേ ബൂത്തിലും ഒരേ യൂണിറ്റിലും എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നുള്ള രീതിയിൽ വളരെയധികം സമഗ്രമായ ഒരു ചിന്ത നടത്തി. അതിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന, ജില്ലാ, ബ്ലോക്ക്, മണ്ഡലം തലത്തിലൊക്കെ വളരെയധികം ക്യാമ്പുകൾ സംഘടിപ്പിച്ച് പ്രവർത്തകരെ അതിന് തയ്യാറാക്കിയൊക്കെ മുന്നോട്ട് വന്നപ്പോൾ അതിൻ്റെ കഴുത്തിലും കത്തി വെച്ചു ഗ്രൂപ്പ് മാനേജർമാർ. ഇന്ന് പൊടി പോലുമില്ല അങ്ങനെ ഒരു ശാഖ എവിടെയെങ്കിലും കണ്ടെത്താൻ വേണ്ടിയിട്ട്. അതുപോലെ അതിന് മാറ്റിക്കളഞ്ഞു. എന്നിട്ട് നടന്ന അതാണ് ഉപതെരഞ്ഞെടുപ്പുകൾ. ഉപതെരഞ്ഞെടുപ്പുകളിൽ കാര്യമായ ഒരു തോൽവിയും ഉണ്ടായില്ല, ഉജ്ജ്വലമായ വിജയങ്ങളുണ്ടായി. അതിനുശേഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 18 സീറ്റ് നേടി. 18 എന്നുള്ള 19, ഒരുപക്ഷെ 20 വരെയൊക്കെ ആക്കാവുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് ചർച്ച ചെയ്യപ്പെട്ട കാര്യങ്ങളാണ്. പിന്നീട് നടന്നത് പാലക്കാട്ടെയും ചേലക്കരയിലെയും വയനാട്ടിലെയും ഉപതെരഞ്ഞെടുപ്പ്. ആ ഉപതെരഞ്ഞെടുപ്പിലും കോൺഗ്രസ്സിന് വളരെ നല്ല വിജയം നേടി കൊടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. പിന്നെ പറഞ്ഞ ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ അനാരോഗ്യമാണ്. അനാരോഗ്യം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ആരോഗ്യമില്ല എന്ന് പറയുന്നു. പക്ഷേ പാലക്കാടെയും ചേലക്കരയിലും വയനാട്ടിലൊക്കെ അദ്ദേഹം നടന്നു നീങ്ങുന്നതും അതുപോലെ തന്നെ പ്രസ്താവനകൾ ഇറക്കുന്നതും സമരമുഖങ്ങളിൽ നിൽക്കുന്നതും പാലക്കാട്ടൊക്കെ മാർച്ചിലൊക്കെ അദ്ദേഹം പങ്കെടുത്ത് സംസാരിച്ച രീതിയൊക്കെ കണ്ടാൽ അറിയാം അദ്ദേഹത്തിന് ആരോഗ്യപരമായിട്ട് പ്രശ്നങ്ങളില്ല. പത്രസമ്മേളനം അത് ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യുന്നു. അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ വ്യക്തതയോട് സംസാരിക്കുന്നു. എല്ലാം ഉണ്ട്. പിന്നെ എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പും ജയിച്ചു കഴിഞ്ഞപ്പോൾ ഇലക്ഷൻ എഞ്ചിനീയറിംഗ് കൊണ്ടു നടക്കുന്ന ഭയങ്കര എഞ്ചിനീയർമാരൊക്കെ മെട്രോ ശ്രീധരനെ പോലുള്ള എഞ്ചിനീയർമാർ കോൺഗ്രസ് ഉണ്ടെന്ന് പറഞ്ഞ എഞ്ചിനീയർമാർ അതിൻ്റെ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുത്തോട്ടെ. പക്ഷേ ഒരു പ്രസ്ഥാനം എന്ന് പറയുന്ന ആ പ്രസ്ഥാനത്തെ കൊണ്ടു നടക്കുന്ന ഒരാളാണ് കെ സുധാകരൻ. ആ കെ സുധാകരനെ മാറ്റണം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം മാത്രം ആർക്കും മനസ്സിലാവുന്നില്ല. ഇപ്പോൾ ചിലരൊക്കെ പറയുന്നുണ്ട് VD സതീശനുമായിട്ട് ആശയവിനിമയത്തിൽ ചില പാകതകളുണ്ട്. VD സതീശൻ ശ്രീധരൻ സീരിയലിലെ അമ്മായിയമ്മയൊന്നുമല്ല. കാരണം അദ്ദേഹത്തിന് കീഴ്പ്പെട്ട് ജീവിക്കാനും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇഷ്ടമുള്ളവർ മാത്രം പ്രസ്ഥാനത്തിൽ നിൽക്കാനും ഒന്നും കഴിയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം അല്ലല്ലോ ഉള്ളത്. അപ്പോൾ അത് മനസ്സിലാക്കാൻ ഏറ്റവും കഴിവുള്ള ആൾ, ബുദ്ധിയുള്ള ആളാണ് സതീശൻ എന്നാണ് വിശ്വസിക്കാം. പിന്നെ എവിടെ നിന്ന് വരുന്നു? മുഖംമൂടി ആക്രമണം എന്നാണ് പറയുന്നത്. കെ സുധാകരനെതിരെ നടക്കുന്നത് മുഖമില്ലാത്ത ആക്രമണമാണ്. മുഖമില്ലാത്ത ആക്രമണം എന്ന് പറയുന്നത് ഏത് യുദ്ധത്തിലായാലും ശിഖണ്ഡിയെങ്കിലും മുൻനിർത്തിയിട്ട് നടക്കും. ഇതിൽ ശിഖണ്ഡി ആരെന്നത് പോലും തിരിച്ചറിയുന്നില്ല. ആൻ്റണിയുടെ പോലുള്ള ജനപ്രിയരായ നേതാക്കന്മാരുടെ പേര് പറയുന്നുണ്ട്. മാസ്റ്റർ ടിൻറ്റുമോൻ വരെ പ്രസിഡന്റ് ആകുമെന്ന് പറയുന്നുണ്ട്. KPCC പ്രസിഡന്റായി ടിൻറ്റുമോന്മാരുടെ പേര് വരെ പറയുന്നുണ്ട്. അതിനുശേഷം ഫേസ്ബുക്ക് രാമന്മാർ, പല ആളുകളുടെ പേരുകൾ ഈ സ്ഥാനത്തേക്ക് ഉയർന്നു വരികയാണ്. ഏതായാലും തെന്നല ബാലകൃഷ്ണപിള്ളയോട് ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ AK ആൻ്റണി പറഞ്ഞ പോലെ വെളിച്ചം വീട്ടിലിരിക്കി ഞാൻ പോയിട്ട് സത്യപ്രതിജ്ഞ ചെയ്യട്ടെ എന്ന് പറയുന്ന ഒരു സ്ഥിതിയായിരിക്കില്ല സുധാകരനെതിരെ പ്രതികരിച്ചാൽ ഉണ്ടാകുക എന്ന് കോൺഗ്രസിൻ്റെ നേതൃത്വം ആലോചിക്കുന്നത് നല്ലതായിരിക്കും. ആരുടെയും ജാതിയുടെയോ മതത്തിൻ്റെയോ കള്ളികൾക്കുള്ളിൽ നിന്ന് ഏതെങ്കിലും താക്കോൽ സ്ഥാനം പിടിച്ചു വാങ്ങി വന്നിട്ടുള്ള ആളല്ല. അദ്ദേഹത്തിൻ്റെതായ ചില രീതികളും അദ്ദേഹത്തിൻ്റെ കഴിവുകളുണ്ട്. അത് കോൺഗ്രസ്സുകാർ അംഗീകരിക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പാർട്ടി ഓഫീസിൽ തല്ലി തകർത്തപ്പോൾ അവിടെ പോയി അദ്ദേഹം നടത്തിയ പ്രസംഗമൊക്കെ സാധാരണ ആ പാർട്ടിയുടെ പ്രവർത്തകർക്കൊക്കെ ഊർജ്ജം നൽകുന്ന ഒരു പ്രസംഗമായിരുന്നു തന്നെ വിലയിരുത്തേണ്ടി വരും. അതിന് പകരം വയ്ക്കാൻ പറ്റുന്നൊരു നേതാവ് ഇല്ലാത്തിടത്തോളം കാലം, അതുപോലെ പക്വമായ രാഷ്ട്രീയ സമീപനങ്ങൾ പുലർത്തുന്നിടത്തോളം കാലം അദ്ദേഹത്തിനെ മാറ്റി നിർത്തണമെന്ന് പറയുന്നത് വലിയൊരു മണ്ടത്തരമായിരിക്കും. കാരണം പാൽ സൊസൈറ്റി തിരഞ്ഞെടുപ്പ് മാത്രമല്ല, പാലളക്കുന്നവർക്ക് മാത്രം
വോട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പൊന്നുമല്ല കേരള നിയമസഭയിലേക്ക് ഇനി നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മാത്രമല്ല മത്സരിക്കുന്നത്. കോൺഗ്രസിൻ്റെ സീറ്റ് കൊണ്ടങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അങ്ങോട്ട് ജയിച്ചു പോരാമെന്നാരും വ്യാമോഹിക്കേണ്ട. അവിടെ നല്ല കഴിവുള്ള ആളുകൾ അപ്പുറത്തുണ്ട്. പിണറായി വിജയൻ്റെ നേതൃത്വത്തിലൊക്കെ നല്ല കഴിവുള്ള ആളുകൾ അപ്പുറത്തുണ്ട്. പിണറായി വിജയനെ പോലുള്ള ആളുകൾ അവർക്കൊരു ചെറിയൊരു അവസരം ലഭിച്ചാൽ വലിയൊരു വാഹനങ്ങൾ ഇടിച്ച് കയറ്റി അവർ വഴിയൊരുക്കി മുന്നോട്ട് പോയി അടുത്ത ഭരണം, മൂന്നാം ഭരണം അവർ നിലനിർത്തുന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. കാരണം ആർ ശങ്കരനെ ഒക്കെ കടൽക്കിഴവൻ എന്ന് പറഞ്ഞ 60 വയസ്സിൽ താഴെ ഉണ്ടായിരുന്ന ആർ ശങ്കരനെ വരെ കടൽക്കിഴവൻ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയ പാരമ്പര്യമൊക്കെ ഉള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കോൺഗ്രസ്. ഇപ്പോൾ കഴിഞ്ഞ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിലൊക്കെ CPM ഒരു കാര്യം തിരിച്ചറിഞ്ഞുകൊണ്ട് മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ അമിത പ്രീണനം എന്ന ഒരു സംഘപരിവാർ പ്രചരണത്തെ അതിനെ അതിജീവിക്കാൻ വേണ്ടി അവരുമായിട്ട് CPM ആയിട്ട് ദീർഘകാല ബന്ധം പുലർത്തിയിരുന്ന മുസ്ലിം സംഘടനകളെ പലരെയും തള്ളിപ്പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വന്ന സാഹചര്യം അറിയാം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അവരുടെ ഫലങ്ങളൊക്കെ പരിശോധിച്ചപ്പോൾ ഹിന്ദു വോട്ടുകൾ, പ്രത്യേകിച്ച് ഈഴ വോട്ടുകൾ അവരിൽ നിന്നും വളരെയധികം പോയി എന്നൊരു കണക്ക് കൂട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ രാഷ്ട്രീയ തീരുമാനങ്ങളിലൊക്കെ മാറ്റാം. ഏതായാലും സുധാകരനെ മാറ്റാനൊരു തീരുമാനമെടുത്താൽ അത് അംഗീകരിക്കുന്നവരാവില്ല കേരളത്തിലെ കോൺഗ്രസ്സുകാർ, അതുപോലെ പൊതുസമൂഹവും. AICC പ്രസിഡൻറ്റിനോട് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു മൺവെട്ടി എടുത്തിട്ട് ഇതാ തോണ്ടിക്കോളൂ, ആദ്യത്തെ വെട്ട് കുഴിക്ക് വേണ്ടിയിട്ടുള്ള കോൺഗ്രസിൻ്റെ എന്ന് പറയുന്നതായിരിക്കും സുധാകരനെ മാറ്റാനെടുക്കുന്ന തീരുമാനം. ഏതായാലും ആ തീരുമാനത്തിലേക്ക് കോൺഗ്രസ് എത്തുമെന്ന് തോന്നുന്നില്ല. എത്തിയാൽ തന്നെ അതിൻ്റെ തിരിച്ചടികൾ അത് ഗംഭീരമായിരിക്കും. വളരെ ഗംഭീരമായ ചില പ്രകടനങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാണേണ്ടി വരും.